കഴിഞ്ഞ കുറച്ചു ദിവസമായി ഭരണപക്ഷ പാർട്ടിയിലെ നേതാക്കൾ ഈ സമരത്തെ പല രൂപത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. അരാജക സമരം എന്ന് പറഞ്ഞു, അതുമാത്രമല്ല കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈർക്കിൽ സംഘടന എന്നാണ് നിങ്ങളെ വിശേഷിപ്പിക്കുന്നത്. നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു നിയതമായൊരു രൂപമില്ല. നിങ്ങൾ ആരൊക്കെയോ നിങ്ങളെ ഇതിലേക്ക് തള്ളിവിടുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളല്ല, നിങ്ങളെ ആരൊക്കെയോ തള്ളിവിടുന്നതാണ്. അങ്ങനെ നിങ്ങൾ വന്ന് സമരം ചെയ്യുന്നു സർക്കാരിനെതിരെ എന്നുള്ളതാണ്. എന്താണ് അവർക്ക് നൽകാനുള്ള മറുപടി? ഞങ്ങളുടെ സംഘടന രാജ്യത്തെ ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ്. 13 വർഷമായി ഇത് രജിസ്റ്റർ ചെയ്തിട്ട് വളരെ കൃത്യമായ ലക്ഷ്യബോധമുള്ളൊരു സംഘടനയാണ്. നിരന്തരമായി ആശാവർക്കർമാരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭ രംഗത്താണ്. ഇത് പൊടുന്നനെ വന്നൊരു സമരമല്ല. കഴിഞ്ഞ മാസം 25-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയൊരു മാർച്ച് നടത്തിയിരുന്നു. അത് ബജറ്റിന് മുന്നോടിയായിട്ടുള്ളൊരു പ്രതിഷേധ പരിപാടിയായിരുന്നു. മിക്കവാറും കേരളത്തിലെ സാധ്യമാകുന്ന എല്ലാ PHSCകളിലും അതിന്റെ നോട്ടീസ് വിതരണം നടത്തിക്കൊണ്ട് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബജറ്റിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 7-ാം തീയതി അവതരിപ്പിച്ച ബജറ്റിൽ ആശാവർക്കർമാർക്ക് അനുകൂലമായി ഒരു കാര്യവും ചെയ്യാതെ വന്ന സാഹചര്യത്തിൽ തൊട്ടടുത്ത വർക്കിംഗ് ഡേ എന്ന നിലയിൽ 10-ാം തീയതിയിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുൻ നിശ്ചയിച്ച പ്രകാരം ബന്ധപ്പെട്ട അധികാരികൾക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് ഒരു സമരമാണെന്നും ഒരു അതിജീവന സമരമാണ്, അത് നീണ്ടു നിൽക്കുന്ന ഒരു സമരമാണെന്നുള്ള നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് ഈ സമരം ആരംഭിച്ചത്. സമരത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ആളുകൾക്കൊന്നും പറയാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ അതിന്റെ പങ്കാളിത്തം സംസ്ഥാന തലത്തിൽ തന്നെ അതിന്റെ പങ്കാളിത്തം ഓരോ ദിവസം പിന്നിടുമ്പോഴും വർദ്ധിക്കുന്നത് കണ്ടിട്ട് ഹാലിളകിയ ഭരണ നേതൃത്വമാണ് ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ ചൊരിയുന്നത്. ഈ പങ്കാളിത്തത്തെയാണ് സർക്കാർ സംശയത്തോടുകൂടി കാണുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പിന്തുണയുമായി കോൺഗ്രസ് വരുന്നു, നിങ്ങൾക്ക് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് വരുന്നു, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വരുന്നു. ഇപ്പൊ CPI നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇവിടെ CPM പ്രതികരിച്ചു കണ്ടില്ല. പക്ഷേ ബാക്കിയുള്ള പിന്തുണ എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് ഇപ്പോൾ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ സമരം നടത്തിയ സമയത്ത് 1000 രൂപ മാത്രം കൂട്ടിത്തന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അവിടെയാണ് നിങ്ങൾക്ക് പടിപടിയായി വർധനയുണ്ടാക്കിയത് ഇടത് സർക്കാരാണ് എന്നുള്ള വാദം അവർ ഉയർത്തുന്നത്. അതിന് മറുപടിയുണ്ടോ? അത് ഒരു അടിസ്ഥാനരഹിതമായ വാദമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ 1000 രൂപയാണെന്നുള്ളൊരു തർക്കമൊന്നുമില്ല. 500 രൂപയായിരുന്നു. ഞങ്ങളൊരു സമരം നടത്തിയിട്ടാണ് അത് 1000 രൂപയായത്. അത് കഴിഞ്ഞിട്ടും ഇപ്പൊ 7000 രൂപയിൽ എത്തി നിൽക്കുന്നത് ഉമ്മൻചാണ്ടി അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ഉണ്ടാക്കിയ ഒരു 7000 രൂപയല്ലത്. മറിച്ച് ഞങ്ങൾ ഈ കാലം അത്രയും സമരം ചെയ്ത് ഓരോ ഇഞ്ചും പൊരുതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാതെ ഒരാൾ ഒരു സമയത്തും ഔദാര്യമായി തന്നിട്ടില്ല. 1000, 1500-ആയും 2000-ആയും 3000-ആയും 4000-ആയും ഒക്കെ വർദ്ധിപ്പിച്ചത് ഞങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തിലൂടെയാണ്. അത് മറക്കേണ്ട കാര്യമില്ല. കാരണം ഭരണപക്ഷത്ത് ഇരിക്കുന്ന യൂണിയനുകൾ സമരം ചെയ്യില്ലെന്ന് നമുക്കറിയാം. CIT-ന് ഒരിക്കലും ഈ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ സർക്കാരിനെതിരെ സമരം ചെയ്യില്ല. അപ്പൊ സമരം ചെയ്താണ് നേടിയെടുത്തത്. അത് ഒരു വശം. മറിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോ നമ്മളെ അധിക്ഷേപിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് പറയാനുള്ളത്, സമരങ്ങളിലൂടെ അധികാരത്തിൽ വന്ന ആളുകളെന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. പക്ഷെ ഇന്ന് അടിസ്ഥാന ജനവിഭാഗങ്ങൾ, പണിയെടുക്കുന്ന ആളുകൾ സമരം ചെയ്യുമ്പോൾ അവർക്ക് വല്ലാതെ കണ്ട് വിറളി പിടിക്കുകയാണ്. പങ്കാളിത്തം എന്ന് പറയുന്നത് ആശാവർക്കർമാരുടെ പങ്കാളിത്തമാണ്, പിന്തുണയ്ക്കുന്നവരുടെ പങ്കാളിത്തമല്ല. ആശാവർക്കർമാർ വൻതോതിൽ, കാരണം 7000 രൂപ എന്ന് പറയുന്ന ഈ ഓണറേറിയത്തിന് വിവിധ മാനദണ്ഡങ്ങൾ വെച്ച് 10 മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഓരോ മാനദണ്ഡത്തിനും 700 രൂപ നിരക്കിൽ അവർക്ക് തോന്നിയാൽ അവരത് ഇല്ലാതാക്കും, കട്ട് ചെയ്യും. അങ്ങനെ വളരെ തുച്ഛമായ തുകയ്ക്കാണ് പണിയെടുക്കുന്നത്. അതും 3-4 മാസം കൂടുമ്പോഴാണ് ഒരു മാസത്തെ കുടിശ്ശിക തരുന്നത്. ഇത് എത്രയോ വർഷങ്ങളായി. ഈ ഗവൺമെന്റ് വന്നിട്ട് ആദ്യമായിട്ടല്ല കുടിശ്ശിക ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ 17 വർഷമായിട്ടും 8 മാസം 9 മാസമായിരുന്ന കുടിശ്ശികയെ ഞങ്ങൾ സമരം ചെയ്താണ് ഇവിടെ കൊണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ചെയ്ത ജോലിയുടെ കൂലി വാങ്ങാൻ സമരം ചെയ്യേണ്ടി വരും. ഈ കുടിശ്ശിക വരുന്നത് ഇടത് സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ്? അല്ല, തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞു. 17 വർഷമായിട്ടും കുടിശ്ശികയുണ്ട്. പക്ഷെ ആ കുടിശ്ശികയുടെ ഡ്യൂറേഷൻ ഞങ്ങൾ കുറച്ച് ഇപ്പൊ ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരു മാസത്തെ വേതനം തരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഇത് സമരം ചെയ്താലേ കുടിശ്ശിക തരുള്ളൂ. അത് ഒരു ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓരോ തവണയും ഓരോ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല.